ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പിന്നാക്ക വിഭാഗങ്ങളുടെ സാമൂഹിക പുരോഗതിക്കായി പൊതുസമൂഹത്തിന്റെ മനോഭാവത്തിൽ മാറ്റം വരണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഹരിത കേരള മിഷന്റെ ദ്വിദിന പരിസ്ഥിതി സംഗമത്തിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക ഭരണകൂടങ്ങളെ ശക്തിപ്പെടുത്തി വികസനത്തിന് ആക്കം കൂട്ടുകയാണ് സർക്കാർ നയമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. ക്ഷയരോഗത്തെ തുടച്ചു നീക്കാൻ ഒരുമിച്ചുള്ള പ്രവർത്തനം അനിവാര്യമാണെന്ന് മന്ത്രി വീണ ജോർജ്. ബിജെപി സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖറെ തിരഞ്ഞെടുത്തു. ഔദ്യോഗിക പ്രഖ്യാപനം നാളെ. ഐപിഎല്ലിൽ ഹൈദരാബാദിനെതിരെ രാജസ്ഥാന് 287 റൺസ് വിജയലക്ഷ്യം. മുംബൈ ചെന്നൈ മത്സരം രാത്രി 7:30-ന്. വാർത്തകൾ വിശദമായി. ഊർജ്ജ മേഖലയിൽ വൈവിധ്യമാർന്ന ആഗോള ബന്ധങ്ങൾ ഇന്ത്യ വികസിപ്പിക്കേണ്ടതുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ലോകത്തിലെ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയെന്ന നിലയിൽ ഇത് അനിവാര്യമാണ്. വരും പതിറ്റാണ്ടുകളിൽ ഊർജ്ജരംഗത്ത് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നത് നമ്മുടെ നയതന്ത്ര മുൻഗണനകളിലൊന്നാണെന്ന് അദ്ദേഹം മുംബൈയിൽ പറഞ്ഞു. പിന്നാക്ക വിഭാഗക്കാർ സാമൂഹിക പുരോഗതി കൈവരിക്കണമെങ്കിൽ ജനങ്ങളുടെ മനോഭാവം മാറേണ്ടതുണ്ടെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ദളിത് പ്രോഗ്രസ് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു ഗവർണർ. പിന്നാക്ക വിഭാഗങ്ങൾക്ക് പുരോഗതി ഉണ്ടാകണം എന്നതിനെ ആരും ഗൌരവമായി എടുക്കാത്തതാണ് ഏറ്റവും വലിയ പരാജയമെന്ന് ഗവർണർ ചൂണ്ടിക്കാട്ടി. ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ജീവിതം നമുക്ക് വഴികാട്ടിയാണെന്നും അംബേദ്കർ ജയന്തി എല്ലാ ഇന്ത്യക്കാരും ആഘോഷിക്കണമെന്നും ഗവർണർ പറഞ്ഞു. കേരളത്തിൽ ലഹരി വ്യാപനം തടയുന്നതിനുള്ള പുതിയ പദ്ധതികൾ തീരുമാനിക്കുന്നതിനായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നാളെ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേരും. നിയമസഭാ ചേംബറിൽ രാവിലെ 11:30-നാണ് യോഗം. മന്ത്രിമാരും പോലീസ്, എക്സൈസ് ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ലഹരി വ്യാപനത്തിനെതിരെ ഇതുവരെ സ്വീകരിച്ച നടപടികളും യോഗത്തിൽ വിലയിരുത്തും. ക്ഷയരോഗത്തെ തുടച്ചു നീക്കാൻ ഒരുമിച്ചുള്ള പ്രവർത്തനം അനിവാര്യമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ക്ഷയരോഗ നിവാരണത്തിനായി വിവിധങ്ങളായ പദ്ധതികളാണ് സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഡിസംബർ 7 മുതൽ ഈ മാസം 17 വരെ സംഘടിപ്പിച്ച 100 ദിവസത്തെ ക്യാമ്പയിനിലൂടെ 5588 ക്ഷയരോഗ ബാധിതരെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കിയതായും മന്ത്രി വ്യക്തമാക്കി. ലോക ക്ഷയരോഗ ദിനാചരണത്തിന്റെയും 100 ദിന കർമ്മ പരിപാടിയുടെ സമാപനത്തിന്റെയും ഉദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് ശ്രീമതി വീണ ജോർജ് നിർവഹിക്കും. പ്രാദേശിക ഭരണകൂടങ്ങളെ ശക്തിപ്പെടുത്തി വികസനത്തിന് ആക്കം കൂട്ടുകയാണ് സർക്കാർ നയമെന്ന് പൊതുമരാമത്ത് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. ഇതിനാവശ്യമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് കോഴിക്കോട് ജില്ലാതല കൂടിയാലോചനാ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും ലൈഫ് മിഷന്റെയും ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന അതിദരിദ്രർക്ക് ഭൂമി കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകുന്ന മനസ്സോടിത്തിരി മണ്ണ് പദ്ധതിയുടെ 2ാം ഘട്ടം ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. കാസർഗോഡ് ജില്ലയിലെ ജലക്ഷാമം തടയാനും ജലവിനിയോഗം ശാസ്ത്രീയമായി ക്രമപ്പെടുത്താനും രൂപം നൽകിയ ജല ബജറ്റ് മികച്ച മാതൃകയാവുകയാണ്. ജില്ലയിലെ കഴിഞ്ഞ 10 വർഷങ്ങളിലെ മഴ കണക്കുകളും ജലലഭ്യതയും വിശദമായി വിശകലനം ചെയ്ത് ജല ഉപയോഗം സുഗമമാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ രൂപീകരിക്കുക എന്നതാണ് ബജറ്റിന്റെ ലക്ഷ്യം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ. കാസർഗോഡ് ജില്ലയിലെ 38 ഗ്രാമപഞ്ചായത്തുകളും 3 നഗരസഭകളും ജലബജറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. തുടർന്ന് വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെ ജലസുരക്ഷാ പ്ലാൻ തയ്യാറാക്കുകയും ജില്ലാതല സാങ്കേതിക സമിതി അംഗീകരിക്കുകയും ചെയ്തു. ജലബജറ്റിലൂടെ ഓരോ സമയത്തും ജലത്തിന്റെ അളവ് മിച്ചമാണോ കുറവാണോ എന്നത് വിലയിരുത്തി ജലക്ഷാമം പ്രതിരോധിക്കാനുള്ള മാർഗ്ഗങ്ങൾ രൂപപ്പെടുത്തുന്നു. വിവിധ ആവശ്യങ്ങൾക്ക് ലഭ്യമായ വെള്ളം എത്രമാത്രം വിനിയോഗിക്കാമെന്നതിന്റെ കൃത്യമായ കണക്കുകൂട്ടലും ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാനുള്ള നടപടികളും പദ്ധതിയുടെ ഭാഗമായി ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ദ്വിദിന പരിസ്ഥിതി സംഗമം നാളെ തിരുവനന്തപുരത്ത് നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. നവകേരളത്തിനായി ജലസുരക്ഷാ സമീപന രേഖയുടെ പ്രകാശനവും അദ്ദേഹം നിർവഹിക്കും. ജലസുരക്ഷ, പരിസ്ഥിതി പുനഃസ്ഥാപനം, മാലിന്യ പരിപാലനം എന്നീ മേഖലകളിൽ ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്ന മികച്ച പ്രവർത്തനങ്ങളെ ഉൾപ്പെടുത്തിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ചടങ്ങിൽ പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവച്ച വകുപ്പുകളെയും സ്ഥാപനങ്ങളെയും ആദരിക്കും.
ബിജെപി സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖറിനെ തിരഞ്ഞെടുത്തു. ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിലാണ് രാജീവ് ചന്ദ്രശേഖറെ തിരഞ്ഞെടുത്തത്. നാളെ രാവിലെ 11 മണിക്ക് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തും. സംസ്ഥാന സഹവരണാധികാരി നാരായണൻ നമ്പൂതിരി മുഖേന രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 30 അംഗം ദേശീയ കൌൺസിൽ അംഗങ്ങളും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ബിജെപി സംസ്ഥാന കാര്യാലയത്തിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് അമ്പെയ്ത്തിൽ പുരുഷന്മാരുടെ കോമ്പൌണ്ട് ഓപ്പൺ വിഭാഗത്തിൽ രാജസ്ഥാന്റെ ശ്യാം സുന്ദർ സ്വാമിയും വനിതകളിൽ ജമ്മുകശ്മീരിന്റെ ശീതൾ ദേവിയും സ്വർണം നേടി. 22 സ്വർണവുമായി തമിഴ്നാട് മെഡൽ പട്ടികയിൽ 1-ാം സ്ഥാനത്ത് തുടരുന്നു. 2 സ്വർണം ഉൾപ്പെടെ 8 മെഡലുകളുമായി കേരളം 11-ാം സ്ഥാനത്താണ്. IPL ക്രിക്കറ്റിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ രാജസ്ഥാൻ റോയൽസിന് 287 റൺസ് വിജയലക്ഷ്യം. ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് 20 ഓവറിൽ 6 വിക്കറ്റിന് 286 റൺസ് എടുത്തു. ഇഷാൻ കിഷൻ ഹൈദരാബാദിന് വേണ്ടി സെഞ്ചുറി നേടി. ഇന്നത്തെ 2-ാം മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30-നാണ് മത്സരം. അജൈവ മാലിന്യങ്ങളിൽ നിന്നും ഉപകാരപ്രദമായ ഉൽപ്പന്നങ്ങളും വിവിധതരം അലങ്കാര വസ്തുക്കളും നിർമ്മിക്കുന്നതിന് പാലക്കാട് സംഘടിപ്പിച്ച മെഗാ പരിശീലന പരിപാടി ശ്രദ്ധേയമായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ മാലിന്യമുക്ത നവകേരള ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടാണ് കോട്ടമൈതാനത്ത് പരിപാടി സംഘടിപ്പിച്ചത്. അപ്സൈക്ലിംഗ് ആർട്ട് എന്ന പേരിൽ ആരംഭിച്ച പരിശീലന പരിപാടി മാലിന്യ സംസ്കരണ രംഗത്തെ പുതിയ കാൽവയ്പാണെന്ന് കുടുംബശ്രീ പ്രവർത്തകർ പറഞ്ഞു. ജില്ലയിലെ 97 CDSകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 400-ലധികം വനിതകൾക്ക് വിവിധ തരത്തിലുള്ള പരിശീലനം നൽകിയ മെഗാ പരിപാടിയാണ് സംഘടിപ്പിച്ചത്. അജൈവ മാലിന്യങ്ങളെ അപ്സൈക്ലിംഗിലൂടെ ഉപകാരപ്രദമായ വസ്തുക്കളാക്കി മാറ്റുന്നതിലൂടെ ഭൂമിയെ സംരക്ഷിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ മിനിക്കോയ് ദ്വീപ് സന്ദർശിച്ചു. വിവിധ പദ്ധതി പ്രദേശങ്ങൾ അദ്ദേഹം നിരീക്ഷിക്കുകയും പുതിയ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥർക്ക് നൽകുകയും ചെയ്തു. കേരളത്തിൽ ആശാ വർക്കർമാർ നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരം 4-ാം ദിവസത്തിലേക്ക് കടന്നു. നിരാഹാരമിരിക്കുന്ന 3 ആശാപ്രവർത്തകർക്ക് പിന്തുണയുമായി നാളെ ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൂട്ട ഉപവാസമിരിക്കും. അതേസമയം ആശാപ്രവർത്തകരുടെ രാപ്പകൽ സമരം 42-ാം ദിവസത്തിലേക്ക് കടന്നു. ആറന്മുള പള്ളിയോട സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ജലമേള, അനുബന്ധ ചടങ്ങുകൾ എന്നിവയിൽ പങ്കെടുത്ത 52 പള്ളിയോടങ്ങൾക്ക് 1.5 ലക്ഷം രൂപ വീതം നൽകുന്ന വാർഷിക ധനസഹായ ഗ്രാന്റ് വിതരണം ചെയ്തു. അടുത്ത മാസം 6 മുതൽ 12 വരെ സൌജന്യമായി വിദ്യാർത്ഥികൾക്ക് വഞ്ചിപ്പാട്ട് കളരി, നീന്തൽ കളരി, ലഹരി വിമുക്ത ക്യാമ്പയിൻ എന്നിവ നടക്കും. കൂടുതൽ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും ആകാശവാണി ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. അവധിക്കാലത്ത് വിദ്യാർത്ഥികൾക്കായി പള്ളിയോട സേവാ സംഘം സൌജന്യമായി വിവിധ കളരികൾ നടത്തും. ആറന്മുള ശൈലിയിൽ നടക്കുന്ന വഞ്ചിപ്പാട്ട് കളരിയിൽ ഇത്തവണ മുതൽ പെൺകുട്ടികൾക്കും പങ്കെടുക്കാൻ അവസരമൊരുക്കിയിട്ടുണ്ടെന്ന പ്രത്യേകതയുമുണ്ട്. അടുത്ത മാസം 8 മുതൽ 10 വരെ പത്തനംതിട്ട ജില്ലാ ഭരണകൂടം, ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം, ജില്ലാ സ്പോർട്സ് കൌൺസിൽ, പള്ളിയോട സേവാ സംഘം എന്നിവയുടെ നേതൃത്വത്തിൽ പമ്പാ നദിയിൽ ആറന്മുള, മാലക്കര എന്നീ സ്ഥലങ്ങളിൽ നീന്തൽ കളരിയും നടക്കും. ഏപ്രിൽ 11-ന് വിദ്യാർത്ഥികൾക്കായി ലഹരി വിമുക്ത ക്യാമ്പയിനും നടക്കും. തിരുവനന്തപുരം മലയൻകീഴ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ആറാട്ടിനോടനുബന്ധിച്ച് മലയൻകീഴ്, വിളവൂർക്കൽ, മാറനല്ലൂർ, വിളപ്പിൽശാല ഗ്രാമപഞ്ചായത്തുകളിലെ സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മറ്റന്നാൾ പ്രാദേശിക അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. പാലക്കാട് മലമ്പുഴ ഡാമിന് സമീപം പുരാവസ്തു ഗവേഷണ വകുപ്പ് നടത്തിയ പര്യവേക്ഷണത്തിൽ മെഗാലിത്തിക് സ്മാരകങ്ങൾ കണ്ടെടുത്തു. 45 ഹെക്ടറിലധികം സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന 110-ലധികം മെഗാലിത്തുകളാണ് കണ്ടെത്തിയതെന്ന് ASI സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പിന്നാക്ക വിഭാഗങ്ങളുടെ സാമൂഹിക പുരോഗതിക്കായി പൊതുസമൂഹത്തിന്റെ മനോഭാവത്തിൽ മാറ്റം വരണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഹരിത കേരള മിഷന്റെ ദ്വിദിന പരിസ്ഥിതി സംഗമത്തിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക ഭരണകൂടങ്ങളെ ശക്തിപ്പെടുത്തി വികസനത്തിന് ആക്കം കൂട്ടുകയാണ് സർക്കാർ നയമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ക്ഷയരോഗത്തെ തുടച്ചു നീക്കാൻ ഒരുമിച്ചുള്ള പ്രവർത്തനം അനിവാര്യമാണെന്ന് മന്ത്രി വീണ ജോർജ്. BJP സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖറിനെ തിരഞ്ഞെടുത്തു. ഔദ്യോഗിക പ്രഖ്യാപനം നാളെ. IPLൽ ഹൈദരാബാദിനെതിരെ രാജസ്ഥാന് 287 റൺസ് വിജയലക്ഷ്യം. മുംബൈ ചെന്നൈ മത്സരം രാത്രി 7:30-ന്.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.